നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. എല്ലാ ഐറ്റംസും നമുക്ക് ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ A to Z, ഉപ്പ് മുതൽ കർപ്പൂരം വരെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ അടുത്ത് വരുന്ന ഒരു ഗോഡൗൺ ആണ്. ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസ്, ഇന്ത്യയിലും വിദേശത്തും കിട്ടുന്ന ഐറ്റംസ്, ചൈന ഐറ്റംസ് വരെ ഇവരിവിടെ റീറ്റെയിൽ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോൾസെയിലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. വീട്ടിലേക്കുള്ളൊന്നും റീറ്റെയിലായിട്ടൊന്നും കിട്ടില്ല. ബൾക്ക് ക്വാണ്ടിറ്റി ഹോൾസെയിലായിട്ട് ഷോപ്പ് നടത്തുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്ന ആവശ്യമുള്ളവർക്ക് മാത്രം ഇവരെ സമീപിക്കാവുന്നതാണ്. എല്ലാ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണോ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വിൽക്കുന്നത് അത് മുഴുവൻ ഇവരയിലുണ്ട്. ഒന്നും മിസ്സിങ് ഉണ്ടാവില്ല. നമുക്കൊരു ഷോപ്പിലേക്ക് വേണ്ട 100% ഇവിടെ സാധനം കിട്ടും. അപ്പം ആവശ്യക്കാർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മിതമായ നമ്മുടെ ഏരിയയിൽ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി മാത്രം പർച്ചേസ് ചെയ്യാം. കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ബിസിനസ്സിൽ ഡെഡ് സ്റ്റോക്ക് എന്ന സംഭവം വരുന്നത്. ഒരേ ഐറ്റം കൂടുതൽ പർച്ചേസ് ചെയ്യാതെ എല്ലാ ഐറ്റംസും കുറേശ്ശെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ലോസ് ഇല്ലാതെ കറക്റ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു ഐറ്റം എവിടെയെങ്കിലും കുറച്ച് റേറ്റ് കുറവിൽ, സാധാരണ കിട്ടുന്നതിലും റേറ്റ് കുറവിൽ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മളത് ഒന്നിച്ചിട്ട് വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ഷോപ്പിൽ ഇതിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, ഇത് എത്ര വില കുറച്ച് കൊടുത്താലും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആളുകൾ എത്ര വരുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയായി എപ്പോഴും പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. എവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു കാരണവശാലും കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് അത്രയും ഒരാൾ കയറി ഇറങ്ങാത്ത ഷോപ്പാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് ഇരുന്ന് കുറേ കഴിയുമ്പോൾ അത് യൂസ്ലെസ്സായി മാറും. നമുക്കത് ഡെഡ് സ്റ്റോക്കിലേക്ക് മാറ്റേണ്ടി വരും. ബിഗ് ലോസ് വരും. അപ്പം ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ് വളരെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മുടെ വരവും ചിലവും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാഫിന് കൊടുക്കേണ്ടത് കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി, ക്യാരി ബാഗ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസിൻ്റെ ഫീസ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന റെൻറ്റ്, ഇതൊക്കെ കവർ ചെയ്യാനാവുന്ന ഒരു എമൗണ്ട് നമ്മൾ അതിന് ഒരു അഫോർഡബിളായ റെൻറ്റിൽ നമ്മളെപ്പോഴും ഇതിനാവശ്യമായ ഷോപ്പിന് ലൊക്കേഷൻ ചൂസ് ചെയ്യണം. വലിയ ബിഗ് റെൻറ്റിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ചുള്ള സെയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ഷോപ്പ് റൂം റെൻ്റുള്ളത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കാണാം.